സംഭവം എന്താന്ന് വെച്ചാൽ ട്രഷർ ഹണ്ടിന്റെ ക്ലൂ ആണ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്ന ട്രഷർ ഹണ്ടിലേക്ക് ആയിരിക്കും. ട്രഷർ ഹണ്ടിനുള്ള ക്ലൂ ആണ് ഇതിന്റെ അകത്തുള്ളത്. ഫസ്റ്റ് വിജയിച്ചവൻ വന്നതുകൊണ്ട് ഫസ്റ്റ് ക്ലൂ ഇവന് കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്ലൂ എന്താന്ന് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായി നോക്കി. എല്ലാരും വിളിച്ചു. സമ്മാനം എന്താന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ക്യാഷ് പ്രൈസ് ആണ് ഇതിന്റെ സമ്മാനം. 2 വിജയിക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇവൻ ഏതായാലും ക്യാഷ് പ്രൈസ് ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ലെവൽ അവൻ കുറച്ചു. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ട്രഷർ ഹണ്ട് മിസ്റ്ററി ബോക്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് കുറച്ചിരിക്കും. ഇനി ട്രഷർ ഹണ്ടും കൂടി ഇവൻ വിജയിക്കുകയാണെങ്കിൽ ഇവൻ ഒരു 1.5 മുതലായിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാനിപ്പോ ടൈമർ ഓൺ ആക്കും. കൃത്യം 1 മിനിറ്റ് ആണ് സമയം. ആ 1 മിനിറ്റിനുള്ളിൽ ക്ലൂ കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് പോവാം. അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും എന്താന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ പോയി എല്ലാവരും തപ്പിക്കഴിഞ്ഞാൽ അവര് പിന്നെ അവിടുന്ന് ആരാണോ അടുത്തത് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരെന്റെ അടുത്ത് വന്നിട്ട് ആ ക്ലൂ തരുവാണെങ്കിൽ അവർക്ക് 1 മിനിറ്റ് ചെയ്യാൻ സമയം കൊടുക്കും. എന്നിട്ട് ആ 1 മിനിറ്റിലുള്ള അവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ നേരെ എല്ലാവർക്കും ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാവരും പോയി കണ്ടുപിടിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ടൈം തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് അവസരം നിനക്കാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നീയാണ് മിസ്റ്ററി ബോക്സ് സ്വന്തമാക്കിയത്. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. പ്രൈസ് ഡബിൾ ആക്കണമെങ്കിൽ ഇത് തന്നെ വേണം. ഇതെന്താ എന്തെങ്കിലും മനസ്സിലായോ? വീടിന്റെ അകത്താവാം. ഞാൻ റെഡി. അരിച്ചു പറക്കല്ലേ വേണ്ടു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടി എന്റെ വീട് എന്തീ പറഞ്ഞേ? കൃഷ്ണൻകുട്ടിയല്ല രാമനായർ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടോടിക്ക് പോയി. കൃഷ്ണൻകുട്ടി ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമൻ നായർ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ക്ലൂ തരാം. വീടിനുള്ളിലാണ് സംഭവം. സംഭവം വീടിനുള്ളിലാണ് സംഭവം. ഗ്രൂപ്പായിട്ട് കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് അത് വലിച്ചാ മതി. നീ ജനിച്ചാൽ അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. 30 വെള്ളിക്കാശ് നീ ഈ സ്വനം ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. എന്തുമാത്രം വേദന എന്റെ യേശു സഹിച്ചു. ഓമനപ്പുഴ കടപ്പുറത്തെന്റെ യേശു. ക്യാഷ് പ്രൈസിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്ലൂ തരാൻ പോകുന്നത് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഈ റൂമിലാണ് സംഭവം. ഈ റൂമിലാണ് സംഭവം. ഓക്കെ, ആരോ ക്ലൂ എടുത്തിരിക്കുന്നു എന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അവിടെ അടി നടക്കുകയാണ്. ക്ലൂ കിട്ടി എനിക്ക് കിട്ടി. അപ്പൊ വന്നു. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്ലൂ. ഇത് നോക്കിയിട്ട് എന്താണ് സംഭവം? ഇത് ഞാൻ പറയുന്നത് ഇത് ഉള്ളിലല്ല. ഈ ക്ലൂ വെച്ചിട്ട് നീ പക്ഷെ പോണം. ഉള്ളിലല്ല. ക്ലൂ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ പോകാം. സംഭവം എല്ലാവർക്കും ക്ലൂ തരാം. വായിച്ചു. 35ാമത്തെ പേജിൽ ക്ലൂ ഇരിപ്പുണ്ട്. 35ാമത്തെ പേജ്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നുമില്ല. നോക്കി ഇപ്പൊ കിട്ടും. ഓക്കെ, ഇനി കോമൺ ആയിട്ട് ഇത് തരാം. ഇത് കണ്ടിട്ട് ആർക്ക് എന്ത് മനസ്സിലാവും? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. എന്റെ ട്രൈ കണ്ടവള്. അതന്നെ. ഓക്കെ, വെൽ ഡൺ.
ഞാൻ നേരത്തെ തുറന്നു നോക്കിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നല്ല ചുമ്മാ. അടുത്ത ക്ലൂ കണ്ടുപിടിക്കും. അപ്പത്തേക്കും ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. നിങ്ങൾ അത് കണ്ടുപിടിക്കും. അതിന്റെ അകത്ത് തന്നെ ക്ലൂ ഇരിക്കും. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല. നമ്മുടെ ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ അവരെ എങ്ങനെ എത്തും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും സമയ സ്ഥിതിക്ക് അടുത്ത ക്ലൂ തരാം. നമ്മുടെ അവസാന പ്രൈസ് ഇരിക്കുന്നത് പുറത്തായിരിക്കും. പൂക്കളുമായിട്ട് ബന്ധമുണ്ട്. പൂക്കളുമായിട്ട് ബന്ധമുണ്ട്. പൂക്കൾ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വിന്നറെ കിട്ടി. 1 hour later. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.